ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മളെ കാക്കയെ ചോറ് കൊടുത്ത് സന്തോഷിപ്പിക്കാനാണ് നമ്മളെ കാര്യം. കാക്കയുണ്ട്, കാക്കയുടെ കുട്ടിയുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും പ്രാണികളെ സ്നേഹിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അവരുടെ സ്ഥാനത്ത് പൂച്ച വന്നിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മളൊരുപോലെ തന്നെയാണ്, നമ്മളെ കൂട്ടുകാരാണ് മക്കളെ. പ്രാണികളെ സ്നേഹിക്കണം. ഓക്കെ, തള്ളി മകളുമാണത്. കാക്കക്കറുമ്പി കണ്ട കുറുമ്പി, എന്താണ് മക്കളെ വിശേഷം? അത് കഴിക്കുന്നില്ലേ പൂച്ച? ക്യാറ്റ് പൂച്ച വന്ന് കഴിക്കുകയാണ്. അപ്പം പൂച്ച അടുത്തുനിന്ന് കടി കിട്ടുമെന്നുള്ള പേടിയിൽ ഈ ടോമാൻറ്ററി കളിക്കണ്ട. എന്നാൽ പോയിട്ട് കഴിച്ചോ കഴിച്ചിട്ട് മതി. അവര് പോയി, നിങ്ങൾ കഴിച്ചോളി. എൻ്റെ പൊന്നു മക്കളെ, എന്താണ് വിശേഷം പറഞ്ഞോളി. ആ പൂച്ച വയ്ക്കണ്, നിങ്ങൾ പോയി കഴിച്ചോളി. അപ്പോൾ അതിൽ ചോറിലിരുന്ന് താഴയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന രംഗം കാണാൻ ഭയങ്കര. അപ്പോൾ വീഡിയോ ഓപ്പൺ ആകാൻ പറ്റിയില്ല കേട്ടോ. ഇതാ എൻ്റെ തലയുടെ മുകളിൽ നിൽക്കണത് എൻ്റെ. അതാ വെള്ളം കുടിക്കൂ കഴിക്ക്. ആ, തള്ളി മകൾ കഴിക്കൂട്. വഴക്ക് കൂടല്ലേ. വെള്ളം കുടിച്ചോളി. അതാ ആ രംഗം കണ്ടോളി. തൊണ്ടയിൽ വെച്ചിട്ട് കുട്ടിയുടെ വായക്ക് വെച്ചെടുക്ക്. അതിനെ വിശപ്പിക്കണ്ട, വെച്ചെടുക്ക് കുട്ടി. ഒന്ന് കാണട്ടെ ഞാൻ. നിങ്ങളെങ്ങനായാലും ഫേമസ് ആയിക്കോളും കാക്കക്കുട്ടികളെ. ആ കുട്ടിയുടെ തൊള്ളിക്കൊന്ന് വെച്ചെടുക്കേ. അത് നേരത്തെ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ ഓർക്ക് ക്യാമറയാണെന്ന് പറഞ്ഞപ്പത്തിന് പോയി. പൊറ്റു മക്കളെ, കൗതുകേറിയ കാര്യങ്ങളാണ്. ബാബാ കഴിക്കല് കഴിഞ്ഞോ? പടച്ചോനെ, ഞാൻ അല്പ സമയം ഒന്ന് മാറി. അപ്പം അമ്മരെ കുറേ പൂവൊക്കെ ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇമ്മ എന്ന് വെച്ചാൽ ഇങ്ങനെ കുറ്റിയമ്മരാണ്, വള്ളിയൊന്നും ആയില്ല. നമ്മളിങ്ങനെ നിലത്ത് കുച്ചിട്ടുണ്ടെന്ന്. വള്ളി ആയാലും പടർത്താനും സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ആവും ചെയ്തേക്കണത് കേട്ടോ. കാശിത്തുമ്മ വിത്തൊക്കെ ഉണ്ടായിക്കണേ. അതിങ്ങനെ തൊടിനോട് കൂടെ ഒറ്റ തുളിക്കലാണ് കേട്ടോ. അത് ഇവിടെ വായി കൊടുക്കാം. രാവിലെ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ, ഈ മുറ്റത്ത് നിന്നിട്ട് ഒരു വീഡിയോ എടുക്കണത്. കരേ റംബുട്ടാൻ്റെ ബ്രദറാണ്. ബ്രദർ എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ ബ്രദർ. അതാണ് കുഞ്ഞായിട്ടുണ്ടാവുന്നുണ്ട്. അന്ന് റംബുട്ടാൻ കുഴിച്ചിട്ട് വയറലായി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. ഇന്നലെ പെരിന്തൽമണ്ണക്ക് പോയപ്പോൾ ഒരുപാട് ഫോളോവറെ കണ്ടിരുന്നു. അവരെല്ലാവർക്കും ചാനലിപ്പോൾ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചാനൽ പോയ കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എവിടെ നിങ്ങളിക്കട് വരി, ഞാൻ ക്യാമറ പിടിക്കണില്ല. വണ്ടിക്കണം, ഓലെ വട്ടിൽ പോയി, ഇനി കിട്ടൂല. കളർ ചെടിയൊക്കെ തെത്ത് വന്നു. വെണ്ടത്തൈയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഇനി അന്ന് പാകിയതാണ് എൻ്റെ പൊന്നേ. അവിടെ റെഡ് കളർ കാശിത്തുമ്പ് അതാ ഉണ്ടായിക്കണം കേട്ടോ. ഭയങ്കര രസമല്ല കാണാൻ. പൊന്നു മക്കളെ, എന്താ ഇതാ ഇളർ റോസ്, അതിന് മുട്ടിട്ടിരിക്കണം. ഒരമര വിത്തിനായിട്ട് ഇവിടെ നിർത്തിക്കുകയാണ്. ഒറ്റ ഒരു തന്നെ ഉള്ളു വാസനാണ്. ഒരു പച്ചളകുണ്ട്, അത് മൂത്തിട്ടില്ല. പിന്നെ ഉണ്ടക്കാന്താരി ഉണ്ട്. ഉണ്ടക്കാന്താരി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ അപ്പുറത്തെ സൈഡിലാവുണ്ട്. എല്ലാതും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. റോസ് ഈ കാശിത്തൂമ്പ് കണ്ടില്ല നിങ്ങൾ? അതൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം നമ്മൾ. എന്ന് വെച്ചാൽ നല്ല പരിചരണം കൊടുക്കണം. ഈ കേടൊന്ന് ഇലക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കുക. എന്നെങ്കിലുള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് ഇത് ബാധിക്കാതിരിക്കാനാണ് കേട്ടോ ഇത് ചെയ്യുന്നേ. അത്യാവശ്യം കെയർ കൊടുക്കണം, നല്ല വെള്ളവും കൊടുക്കണം. അവർക്ക് ഭയങ്കരമായിട്ട് മനുഷ്യന്മാരെന്നെ ക്ഷീണിക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലുള്ളൂ
അധികം നമുക്ക് മറ്റുള്ളവർക്കൊന്നും ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല കേടുവന്ന ഇല മറ്റേ കൂടെ ബാധിക്കുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കേടുവന്നതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. പിന്നെ ആദ്യക്കതുള്ള തലവേദന പഴുത്തതും ഒക്കെ. ഇതും അല്ല, വലിയ കരുത്തൊന്നുമില്ല ചോളന് കേട്ടാ. എന്താണ് ഈ ചോളൻ ഇങ്ങനെ ആയിന്നറിയില്ല. അതിന് നമ്മളെ നാട്ടിൽ അങ്ങനെ വളർത്താത്തത് കൊണ്ട് നീലാമ്പരി അത്യാവശ്യമൊക്കെ ഒരു ഇതൊക്കെ ആയി വന്നിരിക്കുന്നുണ്ട്. പയറുണ്ടായിരുന്നു, 2 വെണ്ട അതിൽ കുത്തിയിട്ടായിരുന്നു. ഒന്നും ഉണ്ടായാൽ തന്നെ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ മൂസക്കട്ടി സ്റ്റാൻഡിൽ നിന്ന് വാങ്ങണതാണ് ഈ പയർ വിത്തുകളൊക്കെ കേട്ടോ. ചിലത് മുളക്കില്ല. നീലാമ്പരി നല്ല ഒരു